നടന്ന വഴിയിൽ നടക്കുമ്പോ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി ചെയ്തു തന്നത് നീ കാണും എന്ന് പറയുന്നത് പോലെ ഈശോ നിനക്ക് വേണ്ടി ചെയ്തു തന്നത് നീ കാണണമെങ്കിൽ കുരിശിന്റെ വഴിയിൽ നീ നടന്നിട്ട് ചോദിക്കണം, ഈശോയേ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, നീ മുട്ടണം, മുട്ടിയാൽ നിനക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് മുട്ടേണ്ടത്? ഈശോയുടെ ഹൃദയത്തിലാണ് നീ മുട്ടേണ്ടത്. ഈശോയുടെ ഹൃദയത്തിൽ നീ ഒന്ന് തൊട്ടാൽ അവിടുത്തെ ഹൃദയം നിനക്ക് വേണ്ടി വീണ്ടും തുറക്കപ്പെടും. തുറന്നു വെച്ചിരിക്കുന്ന ഹൃദയമാണ്. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ മുട്ടുന്നവർക്ക് വീണ്ടും വീണ്ടും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകള് വീണ്ടും വീണ്ടും തുറക്കപ്പെടും. പുറമേ തുറന്നു വെച്ചിട്ടുണ്ട്, ഇനി അകമേ തുറക്കപ്പെടാൻ നിധികൾ ഇനിയും ബാക്കിയുണ്ടെന്നേ. നമ്മൾ ഒരു വാതിലിന്റെ മുമ്പിൽ മുട്ടണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് എന്ത് ചെയ്യണം? ഒരു വാതിലിൽ മുട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? ആ വാതിലിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം, അല്ലേ? അവിടെ റോട്ടിൽ ഇരുന്നിട്ട് ഇവിടുത്തെ വാതിലിൽ മുട്ടാൻ പറ്റുമോ? ഇല്ല. ഈശോയുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടണമെങ്കിൽ നീ എവിടെ ഉണ്ടാകണം? ഈശോയുടെ സന്നിധിയിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. എന്നിട്ട് അവിടത്തെ ഹൃദയത്തിൽ ഇരുന്ന് നീ പതുക്കെ പതുക്കെ മുട്ടുമ്പോ, യോഹന്നാൻ ശ്ലീഹ അന്ത്യത്താഴ വേളയിൽ ഈശോയുടെ മടിത്തട്ടിലിരുന്ന് ഈശോയുടെ തിരുമാറിൽ തലചായ്ച്ച് അവന്റെ ഹൃദയത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തതുപോലെ നിനക്ക് ഈശോയുടെ ഹൃദയത്തിലുള്ള രഹസ്യത്തിന്റെ ഉള്ളറകൾ തുറന്നു കിട്ടും. നീ മുട്ടേണ്ടത് ഈശോയുടെ ഹൃദയത്തിലാണ്. മുട്ടുമ്പോ തുറന്നു കിട്ടുന്നത് ഈശോയുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള നിധികളാണ്, വെളിപാടുകളാണ്, ദർശനങ്ങളാണ്. ഈശോ ക്ഷണിക്കുകയാണ്, നീ വന്ന് എന്റെ അടുത്തിരുന്ന് എന്റെ സാന്നിധ്യത്തിന് വേണ്ടി ചോദിച്ച്, എന്റെ സ്നേഹത്തിന് വേണ്ടി അന്വേഷിച്ച് എന്റെ ഹൃദയത്തിൽ മുട്ടുക, നിനക്ക് കിട്ടും. ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ